നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ക്രിമിനൽസ് മത്സരിക്കുന്നു, അവർ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഏതൊക്കെ ക്രിമിനലും മത്സരിക്കാം, ഏതൊക്കെ ക്രിമിനലും മത്സരിച്ചൂടാ എന്നുള്ളത് നമ്മളൊന്ന് തീരുമാനിക്കും, ഒന്ന് അത് മനസ്സിലാക്കണം. ഒരാൾ ഒരു ക്രിമിനൽ കുറ്റത്തിൽ പ്രതിയായി, കേസിൽ പ്രതിയായി എന്നുള്ള കാരണം കൊണ്ട് അയാൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. സെക്ഷൻ 8 അനുസരിച്ച് RP ആക്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 അനുസരിച്ച് അതിന് കുഴപ്പമൊന്നുമില്ല. കേസ് പ്രതിയായി, ശരി, അയാൾ കേസ് നടത്തുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അയാളെ കൺവിക്റ്റ് ചെയ്ത് സെൻറ്റൻസ് ചെയ്താൽ ഈ ശിക്ഷയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. അത് ആളുകൾക്ക് അറിയത്തില്ല പലപ്പോഴും. കൺവിക്ഷൻ എന്ന് പറയുന്ന ഒരാളെ കുറ്റക്കാരനാണെന്ന് കണ്ട് വിധി പറയുന്നതാണ് കൺവിക്ഷൻ. കുറ്റക്കാരനാണെന്ന് കാണുന്ന വിധി, അതാണ് കൺവിക്ഷൻ. അതിനാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ, അതും കൂടെ അതിൽ വിധിക്കും. ഇത് രണ്ടും കൂടെ ഉള്ളപ്പം മാത്രമേ ജഡ്ജ്മെൻറ്റ് ഫുള്ളാവുള്ളൂ. അതായത് കൺവിക്ഷൻ വേണം, ആസ് വെൽ ആസ് സെൻറ്റൻസും വേണം. ഇപ്പോൾ ഈ കൺവിക്റ്റ് ചെയ്ത ആളിന് സാധാരണഗതിയിൽ ഒരു 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 സെക്ഷൻ 8(3) അനുസരിച്ച് 2 വർഷത്തിൽ കൂടുതലായിട്ട് തടവ് ശിക്ഷ കിട്ടിയാൽ, ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2 years ഓർ മോർ, അത് 2 വർഷമോ അതിന് മുകളിലോ തടവ് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ RP ആക്ട് സെക്ഷൻ 8(3) അനുസരിച്ച് അത് ഡിസ്ക്വാളിഫിക്കേഷനാണ്, തടവ് ശിക്ഷ അതാണ്. അതായത് ഇംപ്രിസൺമെൻ്റ് ആണ് അവിടെ വരുന്നത്. ഇപ്പോൾ നമുക്ക് പല കേസുകളും അറിയാമല്ലോ, രാഹുൽ ഗാന്ധിയുടെ കേസും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആ 2 വർഷത്തിന് 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ, 2 വർഷത്തിൽ കുറവാണെങ്കിൽ പ്രശ്നമില്ല, അയാൾക്ക് ഇലക്ഷന് മത്സരിക്കാം, പ്രശ്നമില്ല, കാൻഡിഡേറ്റ് ആകാം. ഇനി കാൻഡിഡേറ്റ് ആകുന്നതല്ല പ്രശ്നം. കാൻഡിഡേറ്റ് ആയി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അയാളങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടെന്നിരിക്കട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾക്ക് ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ കാലാവധിയിൽ അങ്ങനെ അയാൾ കണ്ടിന്യൂ ചെയ്യുന്നോ. ഇപ്പോൾ അതായത് ഒരു ലോക്കൽ ബോഡിയിലെ മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ കൗൺസിലർ, മുനിസിപ്പൽ കൗൺസിലർ, അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലർ, ഇതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാലും, അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാലും, അയാൾ ആ കാലാവധിയിൽ അയാൾ ഇങ്ങനെ ആ പ്രവൃത്തി കാലാവധിയിൽ അയാൾ 2 വർഷമോ 2 വർഷത്തിന് താഴെ ശിക്ഷിക്കപ്പെട്ടാൽ പ്രശ്നമില്ല. അതിന് മുകളിലോട്ടാണെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. എപ്പോഴാണ് ഡിസ്ക്വാളിഫിക്കേഷൻ? ഡേറ്റ് ഓഫ് കൺവിക്ഷൻ. ഇപ്പോൾ ഈ കൺവിക്ഷനും സെൻറ്റൻസും ഒരേ ഡേറ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ ജഡ്ജിമാർ ഇത് കുറ്റക്കാരനാണെന്ന് ഇന്ന് കാണുന്നു, എന്നിട്ട് ശിക്ഷ വിധിക്കാനായിട്ട് 2 ദിവസം കഴിഞ്ഞ് വെക്കുന്നു. അപ്പോൾ കൺവിക്ഷൻ്റെ ഡേറ്റ് മുതലാണ് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവിക്ഷൻ്റെ ഡേറ്റ് ഓഫ് കൺവിക്ഷൻ, അതായത് ആ കുറ്റക്കാരനാണെന്ന് കാണുന്ന ആ തീയതി മുതലാണ് അയാൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ എത്ര നാളത്തേക്കാണ് അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 6 വർഷത്തേക്കാണ് കേട്ടോ. ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ ഫ്രം ഡേറ്റ് ഓഫ് കൺവിക്ഷൻ അത് വരും. എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യും 6 അതായത് അത് കഴിഞ്ഞതിന് ശേഷം 6 വർഷത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്യും. അതാണ് വേണ്ടത്, കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതാണ് ഈ കൺവിക്ഷൻ്റെ മുതൽ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നോട്ട് ലെസ് ദാൻ 2 years ആണെങ്കിൽ, നോട്ട് ലെസ് ദാൻ 2 years ആണെങ്കിൽ നിർബന്ധമായിട്ടും അയാൾക്ക് ഇതേപോലെ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് സെക്ഷൻ 8(3) ആണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയാം, ഇയാളുടെ ടേം തീർന്നെന്നിരിക്കട്ടെ, കൺവിക്ഷൻ മുതലാണ് ഇത് വരുന്നത്. എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഈ ടേം തീർന്നു കഴിഞ്ഞിട്ട്, അതായത് അയാളുടെ ഈ കൺവിക്ഷൻ്റെ പീരീഡ് കഴിഞ്ഞിട്ട് 6 വർഷം കൂടി ഇത് കണ്ടിന്യൂ ചെയ്യും. അയാളുടെ കൺവിക്ഷൻ പീരീഡ്, സെൻറ്റൻസിൻ്റെ പീരീഡ് കഴിഞ്ഞു. സെൻറ്റൻസിൻ്റെ പീരീഡ് കഴിഞ്ഞാലും ഇയാളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ മാറത്തില്ല. ആ പീരീഡ് തീരുന്നത് മുതൽ 6 വർഷത്തേക്ക് ഇത് കണ്ടിന്യൂ ചെയ്യും. അതാണ് സംഭവം. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇവിടെ പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, നിഷാദ് എന്ന് പറയുന്ന ആൾ. ഈ നിഷാദ് മത്സരിക്കുന്നത് VK നിഷാദ്. അയാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അയാൾ
ആ പാർട്ടിയുടെ DYFIയുടെ ഒരു നേതാവും ഒക്കെയാണ്. അപ്പോൾ അയാളോടൊപ്പം ഒരു നന്ദകുമാർ എന്ന് പറയുന്ന ഒരാളെയും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ 20 വർഷത്തേക്ക് ശിക്ഷിച്ചു. കൊലപാതക ശ്രമത്തിൻ്റെ കേസിലാണ്. 2 ഒഫൻസ് വീതമുണ്ട്. അതുകൊണ്ടാണ് 20, 10ഉം 10ഉമായിട്ട് ഒന്നിച്ചനുഭവിച്ചാൽ മതി. അതായത് 10 വർഷം കിടന്നാൽ മതി. പക്ഷേ 10 വർഷമുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ വരും. പക്ഷേ അയാൾ അതിനു മുമ്പേ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരുന്നു. അതായത് ആ നാമനിർദ്ദേശ പത്രിക കൊടുത്തതുകൊണ്ട് അത് പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ, അത് കഴിഞ്ഞാണ് ഇയാൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വന്നത്. നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതിന് ശേഷമാണ് ഇയാൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് ആകുന്നതിന് ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ക്രിമിനൽ, എന്തായാലും ഇത് ക്രൈം എന്ന് പറഞ്ഞാൽ അയാൾ വലിയ ക്രൈമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. 9, അതായത് കൊലക്കേസ് ഉൾപ്പെടെയുള്ള 9 കേസുകളിലെ പ്രതിയാണ് ഇയാൾ. നല്ല സ്വഭാവമുള്ളവനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കൊലക്കേസ് ഉൾപ്പെടെയുള്ള 9 കേസുകളിലെ പ്രതിയാണ്. അത് കൊലക്കേസ് ഉൾപ്പെടെ, കൊലക്കേസും കൊലപാതക ശ്രമക്കേസുകളും ഉൾപ്പെടെയുള്ള 9 കേസുകൾ. ഇതിൽ ഒരു കൊലപാതക ശ്രമം എന്ന് പറയുന്ന കേസ്, അതായത് നമ്മുടെ പയ്യന്നൂർ പോലീസ് ജീപ്പ് അതിലേക്ക് ബോംബ് എറിഞ്ഞതാണ് ഇയാൾ ഈ നന്ദകുമാറും കൂടെ ഉള്ള ഇടപാട് നടന്നു വച്ചേക്കുന്നത്. അറ്റംപ്റ്റ് മർഡറാണ് കേട്ടോ അത് വന്നേക്കുന്നത്. അതിനകത്ത് സ്റ്റീൽ ബോംബ് എറിഞ്ഞു. ഭാഗ്യത്തിന് ബോംബ് പൊട്ടാത്തതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു കേട്ടോ. ആ സബ് ഇൻസ്പെക്ടർ രക്ഷപ്പെട്ടു. അതാണ് സംഭവിച്ചേക്കുന്നത്. ഒരു KP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടറാണ്. അയാളും പോലീസ് പാർട്ടിയും കൂടെ വന്ന ജീപ്പിൽ എന്തിന് എറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരിയിൽ ഷുക്കൂർ വധം എന്ന് പറയുന്നത് ആളുകൾ കേട്ട് കാണും. ഈ അരിയിൽ ഷുക്കൂർ വധത്തിൽ അവസാനം അതായത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന P. ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പോലീസിൻ്റെ കൃത്യനിർവഹണ നടപടി തടസ്സപ്പെടുത്താനായിട്ട് ആണ് ഈ സ്റ്റീൽ ബോംബ് എറിഞ്ഞത്. അത് പൊട്ടിയില്ല, അതുകൊണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ടില്ല, രക്ഷപ്പെട്ടു. പക്ഷേ അതിന് എവിഡൻസൊക്കെ എടുത്തു. 4 പ്രതികളായിരുന്നു. 2 പേര് തെളിവില്ലാത്തതുകൊണ്ട് അവരെ വെറുതെ വിട്ടു. പക്ഷേ ഈ നിഷാദിനെയും ഈ കൂടുണ്ടായ നന്ദകുമാറിനെയും ശിക്ഷിച്ചു. ഈ 10 വർഷം വീതം, അതായത് 20 വർഷം വീതമുള്ള ശിക്ഷ കൊടുത്തു 2 പേർക്കും. അപ്പോൾ ഇപ്പം സാധാരണ ഇങ്ങനെ പറഞ്ഞ പോലും ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് ആ കുറ്റം അത് വേണമല്ലോ. ഇയാളെ എന്തോന്നറിയാമോ, കോടതി പരിസരത്ത് നിന്ന് ജയിലിലേക്ക് കൊണ്ടുവന്നത് വളരെ വലിയ രീതിയിൽ ഇംഗ്രാബും ഒക്കെ വിളിച്ച് വലിയ നേതാവാണ്, ഇയാൾ ഇങ്ങനെ ധീരതയോടെ നയിക്കാൻ. എന്തോന്നറിയാം ധീരതയോടെ നയിക്കുന്നത്? ബോംബുണ്ടാക്കി എറിയാനും വല്ലവനെയും വെട്ടിക്കൊല്ലാനും. അതാണ് അവന്മാരുടെ ക്വാളിഫിക്കേഷൻ, അതാണ് ധീരത. ഇതാണ് ഇന്നത്തെ പാർട്ടി അണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പോൾ ഇത്രയും വലിയ മുദ്രാവാക്യങ്ങളും ഒക്കെ വിളിച്ച് ഇയാളെ കയറ്റി അയച്ചു കേട്ടോ. ഇനി അപ്പം പറയുന്നത് എന്താണെന്നറിയോ, അത് കോടതി പോയി സെൻറ്റൻസ് സ്റ്റേ ചെയ്ത് വാങ്ങിക്കും. സ്റ്റേ കിട്ടും അപ്പീൽ കൊടുത്താലെന്ന് ഹൈക്കോടതിയിൽ. ഇത് സ്റ്റേ അല്ല, ഒന്നാമത് ആ പറയുന്ന വിവരക്കേടാണ്. സ്റ്റേ അല്ല, സസ്പെൻഷൻ ഓഫ് സെൻറ്റൻസ് ആണ്. അത് സെക്ഷൻ 430(1) അനുസരിച്ചാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സെഷൻസ് കോടതിയുടെ വിധി ആയതുകൊണ്ട് നേരെ ഹൈക്കോടതിയിലെ അപ്പീൽ കൊടുക്കാൻ ഒക്കുള്ളൂ, വേറെ ആർക്കും അപ്പീൽ കൊടുക്കാൻ ഒക്കത്തില്ല. ആ അപ്പീൽ കൊടുക്കുമ്പോൾ ആ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഈ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് കൊടുക്കാം. 10 വർഷമൊക്കെ ഇതുപോലുള്ള ശിക്ഷയ്ക്ക് 10 വർഷം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ അത് കൊടുക്കത്തില്ല. പ്രോസിക്യൂട്ടറുടെ വാദം കേട്ടതിന് ശേഷമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതലുള്ള 10 വർഷമോ അതിൽ കൂടുതലോ ഉള്ള തടവ് ശിക്ഷയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പ്രോസിക്യൂട്ടറുടെ വാദം കേൾക്കട്ടെ കൊടുക്കാൻ പാടുള്ളൂ. അതുണ്ട്. അത് സെൻറ്റൻസ് സസ്പെൻഡ് അങ്ങനെ സസ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്താൽ അയാൾക്ക് ജാമ്യത്തിൽ ഇറങ്ങിപ്പോകാം. അപ്പീൽ തീരുമാനിക്കുന്നത് വരെ അയാൾക്ക് ജാമ്യം കിട്ടും. അപ്പീൽ തള്ളിപ്പോയാൽ വീണ്ടും അകത്താവും. ഇനി ഈ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്താൽ, അതായത് ഈ ശിക്ഷ സസ്പെൻഡ് ചെയ്താൽ ഇയാളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ മാറുമോ എന്ന് ചോദിച്ചാൽ മാറത്തില്ല. അതാണ് പ്രശ്നം. കൺവിക്ഷൻ, അതായത് ശിക്ഷാവിധി ഉണ്ടല്ലോ, അത് ശിക്ഷയ്ക്ക് ആ കുറ്റക്കാരനാണെന്ന് കാണുന്ന വിധി അത് സ്റ്റേ ചെയ്യണം, അത് സസ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചുരുക്കം കേസുകളിലെ അങ്ങനെ ചെയ്തു കൊടുക്കൂ. ഇയാൾക്ക് ഇത്രയും നല്ല സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് ഈ 9 കൊലക്കേസ് ഉൾപ്പെടെയുള്ള 9 കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് അത്ര പെട്ടെന്ന് അയാളുടെ കൺവിക്ഷൻ ഒന്ന് സസ്പെൻഡ് ചെയ്ത് കൊടുക്കും
എന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ മാത്രമല്ല, ഇവിടെ ആംസ് ആക്ട് അനുസരിച്ചുള്ള കേസുണ്ട്, ആംസ് ആൻഡ് ആമിനേഷൻ. അതുകൂടാതെ പിന്നെ എക്സ്പ്ലോസീവ്സ് ആക്ട് അനുസരിച്ചുള്ള കേസുണ്ട്, എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് ഉണ്ട്. പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ വേണ്ടി അവരെ കൊല്ലാൻ പോയത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ, അന്ന് 307 ആണ്. ഇപ്പോൾ അത് വ്യത്യാസമാണ് പ്രൊവിഷൻ BNS വന്നപ്പോൾ. ഇത്തരം ഒഫൻസ് ഉള്ളതാണ്. അതുകൊണ്ട് അത്ര എളുപ്പം കോടതി ഈ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഇയാളിപ്പോൾ ജയിച്ചു വന്നെന്നിരിക്കട്ടെ, ഇയാൾ കാരണം ഇയാൾക്ക് ഇത്രയും വലിയ സപ്പോർട്ടും ധീരതയോടെ നയിച്ചോളൂ, ധീര നിഷാദാണ്. ഈ ധീരൻ ജയിച്ചു വന്നാൽ ഉള്ള കുഴപ്പം എന്താണെന്നറിയാമോ? അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഒക്കത്തില്ല കൗൺസിലറായിട്ട്. അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. ആ എൻ്റയർ ടേമും അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. കാരണം ഈ കൺവിക്ഷൻ മുതൽ 6 വർഷത്തേക്ക് ഇത് നീണ്ടു നിൽക്കും. ഇതാണ് പ്രശ്നം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അത് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ അപ്പോൾ ഇയാൾക്കൊരു ഡെമ്മി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അപ്പം പാർട്ടി നേതൃത്വം തീരുമാനിച്ചു ഡെമ്മി സ്ഥാനാർത്ഥി വേണ്ട, ഇയാളാണ് വലിയ മിടുക്കൻ, ഇയാൾ തന്നെ മതി. ശരിയാണ്, ഡെമ്മി ഇത്രത്തോളം ഈ ബോംബെറിയാനും ഇതുപോലെ ആളുകൾ വെട്ടിക്കൊല്ലാനും ഒന്നുമുള്ള കഴിവ് കാണുകയല്ല. അതുകൊണ്ടായിരിക്കാം. ഏതായാലും ഡെമ്മി സ്ഥാനാർത്ഥി വേണ്ട, ഇയാൾ തന്നെ മത്സരിക്കട്ടെന്നാണ് അവർക്ക് പറയാം. കാര്യം എന്താ? മത്സരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വീണ്ടും വരും. അത് ഇയാൾ ജയിച്ചു വന്നാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പ് വന്നാൽ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ, അത് സാധ്യത വളരെ കുറവാണ് കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ജയിച്ചു വന്നില്ല, അങ്ങനെ വന്ന് കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ എന്താ? അടുത്ത തെരഞ്ഞെടുപ്പ് വരും. അവർക്ക് ചിലവൊന്നുമില്ല, പാർട്ടിക്കല്ല ചിലവ്. ഇവിടുത്തെ ജനങ്ങൾ, നമ്മളല്ല വേണമല്ലോ, നമ്മുടെ പൈസയല്ലേ ഈ എടുത്തു വെച്ച് ധൂർത്തടിച്ച് യവന്മാരെയൊക്കെ ജയിപ്പിച്ച് റെഡിയാക്കി അവിടെ കൊണ്ടിരുത്തേണ്ടത്. നമ്മുടെയൊക്കെ ബാധ്യതയല്ലേ അത്. ആ ചിലവ് ജനങ്ങൾക്കാണ് വരുന്നത്. നമ്മുടെ നികുതി പണം എടുത്താണ് ഈ ഇലക്ഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ അതാണ് പ്രശ്നം. അത് ഇവർക്ക് തയ്യാറല്ല ഇവർ ചെയ്യാൻ. അപ്പോൾ ഇനി അതിനകത്തുള്ള ഒരു കാര്യം, അത് നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ ഇത് അവർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരാളെ ഒരു വലിയ മോഷണ കേസ് ആണെന്നിരിക്കട്ടെ, അയ്യപ്പൻ്റെ സ്വർണം കട്ടു എന്നുള്ള അലിഗേഷൻ, ആ കേസിൽ ജയിലിൽ കിടക്കുന്നവരുണ്ട്. അവർക്കെതിരെ നടപടി എടുക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, അതൊരു കാര്യം ചെയ്യാം, അങ്ങനെ ഒരു ശീലം നമുക്കില്ല. അതുകൊണ്ട് അത് കുറ്റക്കാരനാണെന്ന് കുറ്റപത്രം വരട്ടെ. അപ്പം കുറ്റപത്രം വരുമ്പോൾ പറയും ഇവർ പരിശോധിക്കും. ഇവരാ പരിശോധിക്കുന്ന കുറ്റപത്രം നോക്കിയിട്ട് പറയും ഇതിനകത്ത് വലിയ കുറ്റമൊന്നുമില്ല കേട്ടോ, കോടതിയുടെ തീരുമാനം വരട്ടെ. അപ്പോൾ കോടതി ശിക്ഷ വന്നു, ശിക്ഷിച്ചാൽ അപ്പീലില്ലേ? ഇതാണ് കാഴ്ചപ്പാട്. അപ്പോൾ ഇവർ ഈ ക്രിമിനൽസിനെ പോറ്റി വളർത്തുന്ന ഒരു സിസ്റ്റമായിട്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടി മാറി എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. ഈ ഇലക്ഷന് പോലും ചെയ്യുന്ന പണി ഇതാണ്. ഇനി ഇതിനെ പ്രതിരോധിക്കാനായിട്ട് വേറെ ഒരുപാട് പണികൾ ഇനി ഇവരെ ഇറക്കും. മാത്രമല്ല, കാരണം ഇപ്പോൾ ഇച്ചിരി കൈ പൊള്ളിയിരിക്കുക. കാരണം ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിനകത്ത് ഒക്കെ ആയി വലിയ ബന്ധപ്പാടായി, ഇതിൽ നിന്ന് എങ്ങനെ ഊരും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനി ഓരോ മാർഗങ്ങൾ ഇവരെന്തെങ്കിലും കണ്ടുപിടിക്കും. അതാണ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ കാരണം ഇപ്പോൾ കോൺഗ്രസ്സുകാരെ അടുത്തൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും പിന്നെ രാഹുൽ എൻ്റെ കേസ് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു ചോദിച്ചാൽ, അപ്പം ഉടനെ ഈ ഒരു പ്രതിപക്ഷം കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്നറിയാമോ? നേരെ വാസുവിനെയും പത്മകുമാറിനെയും ചൂണ്ടിക്കാണിക്കും. അവർക്ക് എളുപ്പമുണ്ട്, അവർക്കത് ചൂണ്ടിക്കാണിച്ചാൽ മതി. കാരണം അങ്ങനൊരു കാര്യമുണ്ട്. ഇനി അതിൽ നിന്ന് ഊരാൻ എന്തൊക്കെ ചെയ്യും ഇവരെന്നുള്ളത് ആ തത്രപ്പാടിലാണ് ഇപ്പോൾ ഇവർ. മാത്രം PM ശ്രീ ആ പ്രശ്നം വന്നു. അത് PM ശ്രീ മാത്രമല്ല, ലേബർ കോഡ് അത് വലിയ ഇഷ്യൂ ആണ്. അതും രഹസ്യമായ രീതിയിൽ ഇവിടെ റൂൾ ഫ്രെയിം ചെയ്ത് വളരെ പരമരഹസ്യമായിട്ട് വെച്ചു, വിജ്ഞാപനം നടത്തിയിട്ട് ഇതാ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിനെതിരെ സമരവും. അപ്പോൾ ആകെ കൈപൊള്ളി ഇരിക്കുകയാണ്, പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അന്നേരം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പണി കാണിക്കും. ഇതാണ് നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇതാണ്. ഇനി കോൺഗ്രസ്സുകാർ അവർ നല്ലവരാണോ? അല്ല. ഇതേപോലുള്ള ആരോപണങ്ങൾ ഉള്ളവരും ഒക്കെ അത് മത്സരിക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെയുള്ള ആളുകൾ ഒക്കെ കണ്ടേക്കും. അത് കാണാൻ സാധ്യതയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ വെളി വന്നേനെ. കാരണം ഇവരിങ്ങനെ തത്രപ്പെട്ട് നടക്കുകയാണ്, എങ്ങനെ രക്ഷപ്പെടാം, ഊരാം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി അവർ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ക്രിമിനലിനെ മത്സരിപ്പിച്ചുകൊണ്ട്, ക്രിമിനലാണെന്ന് അയാളെ ശിക്ഷിക്കപ്പെട്ട പ്രതിയെ മത്സരിപ്പിച്ചിട്ട്, അത് പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ, കൊല്ലാൻ ശ്രമിച്ച കേസിൽ
ശിക്ഷിക്കപ്പെട്ട പ്രതിയെ മത്സരിപ്പിച്ച് അയാളെ ജയിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഈ പാർട്ടി. നിങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെയുള്ളവന്മാർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിക്കണം കേട്ടോ.